ഒരു വണ്ടി വാങ്ങിയെന്നും പറഞ്ഞ് 24 മണിക്കൂർ ഇത് നോക്കി നിൽക്കുകയാണ്. ഇവിടെ ആർക്ക് തിന്നോ കുടിക്കൊന്നും വേണ്ട. ഇന്ന് ഈ വണ്ടി നോക്കി ഞങ്ങളെ അല്ലേ നിന്നോളൂ. ഞങ്ങൾക്ക് തിന്നാനും വേണ്ട കുടിക്കാനും വേണ്ട എല്ലാമായി. എല്ലാം ഇപ്പൊ പറയും. എന്നിട്ട് സമയമാകുമ്പോ ഒന്നും ആയിട്ടില്ലേന്ന് ചോദിച്ചിട്ട് വരും. എന്നൊരു കാര്യം ചെയ്യും, അച്ഛനും മക്കളും കൂടി ഇല്ല, ഇടക്കിടക്ക് ഇതെടുത്ത് അങ്ങ് വായിലേക്ക് കുത്തി വെക്ക്. അപ്പൊ കറണ്ട് എനിക്ക് വേണ്ട. ഞാൻ ഇത് നോക്കി 24 മണിക്കൂർ നിൽക്കുന്നൊന്നുമില്ല. എടി പോട്ടെ, നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു കഴിഞ്ഞാ അതിനെ നമ്മള് സ്വീകരിക്കണ്ടേ, അതിനൊരു ഇത് കൊടുക്കണ്ടേ? അതല്ലേ? അതെ, അത് ചെയ്തോ. അതല്ല എന്ന് വെച്ച് 24 മണിക്കൂർ ഇത് നോക്കിക്കണം. എന്റെ പ്രശ്നം ഇവിടെ കറിയും ചോറൊന്നും വെക്കണ്ട. നീയല്ലേ വെക്കുന്നത്, ഞാനല്ലല്ലോ. ചോറ് ഞാൻ വെച്ച്, കറിക്ക് എന്ത് വെക്കും? കറിക്ക് എന്താ വെക്കണ്ട നീ പറഞ്ഞ. കറിക്ക് ഇപ്പൊ ഇവിടെ മീനുണ്ട്. ജിതോപ്പ അച്ഛന്റെ കയ്യിൽ കൊടുത്തു വിട്ടെ മറ്റേ അയക്കൂറന്റെ കുട്ടിയില്ലേ, അതുണ്ട്. അയക്കൂറ ഉണ്ടായിട്ടാ പിന്നെ നീ കറിയുന്നു. മക്കളെ അയക്കൂറ ഉണ്ടല്ലോ. അതന്നെ അയക്കൂറ പൊരിക്ക്. അത് പൊരിച്ചാ പോലെ സംഭവം കഴിഞ്ഞില്ലേ? പൊരിക്കല് പൊരിക്ക, പക്ഷെ കറി വെക്കണ്ടേ? ഒരു കാര്യം ചെയ്യുന്നു, അയക്കൂറ മുളകിട്ട് കറി വെക്കാം. അടിപൊളിയായിരിക്കും. അയക്കൂറ മുളകിട്ട് കറിയും പിന്നെ അയക്കൂറ പൊരിച്ചത് സംഭവം പൊളി. പിന്നെ എന്തിനാ നമ്മളോട് ചോദിക്കുന്നത്? നീ വെച്ചത് നമുക്ക് കുറച്ചൊരു വണ്ടി നോക്കട്ടെ. കുക്കിംഗ് വ്ലോഗ് എടുക്കാം നമുക്ക്. അത് ശരിയാണ് ഗൈസ്, അത് നല്ലൊരു തീരുമാനമാണ്. അയക്കൂറ പൊരിച്ചതും നിങ്ങളുടെ അയക്കൂറ സ്പെഷ്യൽ മുളകിട്ട കറി, അത് നല്ലൊരു വ്ലോഗ് എടുക്കാം നമുക്ക്. അപ്പൊ എന്തായാലും ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ വണ്ടി കൊണ്ടുവന്നാലും എല്ലാരും കണ്ടു അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോയില് നിങ്ങളുടെ സ്പെഷ്യൽ അയക്കൂറ കറി. ഇതെന്താ പുതിയ കത്രിക? ഇതെപ്പോ വാങ്ങി? ഇത് വാങ്ങിയിട്ട് സത്യം പറഞ്ഞായില്ലേ, ഒരു മാസം കഴിഞ്ഞ് 2 മാസം ആവാനായി ഇത് വാങ്ങിയിട്ട്. ഇത് വാങ്ങിയത് തന്നെ ഇല്ലേ, പഴയ കത്രിക മോശമായിട്ടാണ് ഇത് വാങ്ങിച്ചത്. പക്ഷെ ഇത് ഇതുവരെ എടുത്തിട്ടില്ല. നല്ല തന്നെ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങി വെക്കും, എന്നിട്ട് അവസാനം എന്താക്കും, വീണ്ടും ആ പഴയ സാധനം 1 വർഷം പോകും. അപ്പൊ 1 വർഷം വരെ നനക്കാണ്ട് വെക്കൂടെ. അതെ, അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ അയക്കൂറ പുതിയ കത്രികയിലാണ് കേസ് മുറിക്കാൻ പോകുന്നത്. എടി പൊട്ടത്തി, ഇതിവിടെ സ്റ്റിക്കറാണ്, ഡബിൾ സൈഡ് സ്റ്റിക്കർ. അല്ല ഡബിൾ സൈഡ് അല്ലെങ്കിൽ മാഗ്നറ്റാ, എന്തുവാണ് സംഭവം. എന്നിട്ട് അത് മാഗ്നറ്റ് കണ്ടോ, അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ കത്രിക ഇറക്കി വെക്കാം. സെറ്റാ. വെരി ഗുഡ്. എവിടെ കൊണ്ട് പിടിപ്പിക്കാൻ പോകുന്നു? ഫ്രിഡ്ജിലാണ്. എന്റെ മോളെ ഓരോരോ സ്ഥലം കണ്ടെത്തുന്നതേ. അയക്കൂറ എവിടെ മോളെ? അയക്കൂറ ഇത് വരിയൻകുട്ടി ഇവിടെ പറയല്. അയക്കൂറേന്റെ ചെറുതാണ് വരിയൻകുട്ടി, അങ്ങനെയൊക്കെ പറയും. എന്തായാലും സംഭവം നമുക്ക് ഇത് 2 ഉണ്ടെങ്കിൽ സെറ്റാണ്. അത്ര വലിയ മീനാവട്ടെ അയക്കൂറ, പക്ഷെ ഇത് അതിന്റെ ചെറുത് കുട്ടി. എന്നാ പിന്നെ വൃത്തിയാക്കി എടുത്തോ. ഇത് 4 ഉണ്ടായെന്ന് തോന്നുന്നു. ചെയ്ത് കൊടുത്തു വെച്ചു. 2 സെന്റൊക്കെല്ലാം കൊടുത്തു വെച്ചു. ഇന്നലെ 2 ഇവിടെ എടുത്തു വെച്ചു അല്ലേ? എന്നാ പിന്നെ മുറുക്കി ഞാനൊരു മൽപ്പിടുത്തം പിടിക്കേണ്ടി വരും. ഞാൻ ആദ്യമായിട്ടാണ് അയക്കൂറെല്ലാം മുറിക്കാൻ വേണ്ടി പോണത്. ആ വട്ടത്തിൽ ഇങ്ങനെ സ്ലൈഡ് ആയിട്ട് അരിഞ്ഞ് എടുക്കൂല, ആ ഭംഗി കാണാൻ. എനിക്കറിയില്ല, നീ അറിയുന്ന ആരോടെങ്കിലും ചോദിക്കു പോയിട്ട്. അല്ല മുറിച്ചളക്കുന്നുണ്ട് ഗൈസ്. ഇതെങ്ങനെയാ കളയുവാ? ഇങ്ങനെ വടിച്ചളയണല്ലേ? പോകുന്നുണ്ട്. ഒപ്പക്ക് മുളകിട്ട കറിയല്ലേ വേണ്ടത്? ശരിക്കും പറഞ്ഞ വിന്തമ്മക്ക് കൊണ്ട് കൊടുത്താ മതിയായിരുന്നു. അത് നല്ല കാര്യമാണ്. വിന്തമ്മനെ കൊണ്ട് വെപ്പിക്കായിരുന്നല്ലേ നമുക്ക്. കൊണ്ടുപോയാല വിന്തമ്മടെ ഉണ്ടോന്ന് വെച്ച് നോക്ക്. നീ കറി വെച്ച് തരാൻ പറ, മുറിച്ചുകൊണ്ട് കൊടുക്ക. ചോദിക്കടി സീരിയസ്ലി. ഇത് മുളകിട്ട് കറി വെച്ച് തരാൻ പറ. വിന്തമ്മ നല്ല കറി, അടിപൊളി മുളകിട്ട് കറി വെക്കും. ചോദിച്ചു നോക്ക് നീ ഉണ്ടോന്ന് വെച്ച് നോക്ക്. എന്നാ നീ കറി വെച്ച് തരുവാന്ന് ചോദിക്കും. മുറിച്ചുകൊണ്ട് തരാമേ കറി വെച്ച് തരുവാന്ന് ചോദിക്കും. മുളക് മുറിക്കുവോ? എന്നിട്ട് ഗൈസ് ഒരു കാര്യം കാണിച്ചു തരാട്ടാ. ഇവിടെ ഒരാള് അമ്മനെ വിളിക്കുന്നുണ്ട്. ഹലോ അമ്മേ. ഹലോ വിന്തമ്മേ. ഞാൻ പറയണ്ട, ഞാൻ പറഞ്ഞൊന്നും പറയില്ല. ഉണ്ടാ കൊണ്ട ഞാൻ പറയാ. ലൗഡ് ഇട്. അവളോട് കൊടുക്കാൻ പറ നമുക്ക്. ഹലോ വിന്തമ്മേ. പിന്നില്ലേ എന്താ പരിപാടി? അതേ ഈ 2 മറ്റേ അയക്കൂറേന്റെ ചെറുത് കൊണ്ട് തന്ന ഒരു മുളകിട്ട് കറി വെച്ച് തരുമോ? വിന്തമ്മേന്റെ സ്പെഷ്യൽ കറി. എന്തേ കണ്ട
അതാ ഞാൻ പറഞ്ഞത്. ഇവള് പറഞ്ഞ അമ്മനോട് പറയാൻ മടിയായിട്ട് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. നീ എടുക്കടി ബാടി, നീ എന്റെ മോളൊന്നും മര്യാദ പഠിപ്പിച്ചു കൊടുക്കും മുളകിട്ട് കറി വെക്കാനായിട്ട് കേട്ടാ. എന്നാ അങ്ങോട്ട് ഇപ്പൊ കൊണ്ടിരുന്നുണ്ട് കേട്ടാ. മുറിച്ച് വൃത്തിയായി കൊണ്ടുവരണ അല്ലെങ്കിൽ വൃത്തിയാക്കാതെ കൊണ്ടുവരണ? കണ്ട എല്ലാം മുറിച്ചോളൂ, സെറ്റാ. എന്നാ അങ്ങോട്ട് വരുന്നു. ഓക്കെ കണ്ട ഗൈസ്. പിന്നെന്താ വേണ്ടേ? അങ്ങോട്ട് ചെന്നാ മതി, മുറിക്കുക പോലും വേണ്ടെന്ന് പറഞ്ഞ. എടുത്തേ നീ ഇവിടെ നിന്ന് ഇതിട്ട് ആട്ടുമ്പോഴേക്കൊണ്ടല്ലേ ഇത് അവിടെ കൂടെ കൊടുത്ത പടയുന്ന സംഭവം. എനിക്ക് വാ, സാധനം കവറിലാക്കി പോയിട്ട് വരാം ഗൈസ്. ഞാനില്ലേ വേണ്ട, ഞാനിവിടെ വെക്കാന്ന് പറഞ്ഞത്. ഞാൻ മത്തിക്കറി വെച്ചിട്ട് എന്നെ ഇനി പറയാത്തതൊന്നുമില്ല. അപ്പൊ നീ അമ്മേന്റെ കറി കണ്ടു പഠിക്കണം. മുളകിട്ട് കറി വെക്കാൻ എനിക്ക് അറിയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് മതി, കുഴപ്പമില്ല. നീ എടുക്ക് അതല്ല, ഇപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും പറയൂ ഈ 2 അയക്കൂറ് കൊണ്ടായിട്ട് നിക്കിക്ക് കറി വെക്കാൻ പറ്റിയിട്ടില്ലേന്ന് ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല. നമ്മള് ഇവിടെ ഇഷ്ടം പോലെ കറി വെക്കുന്നുണ്ട് ഗൈസ്, നിങ്ങൾ കാണുന്നതല്ലേ. എല്ലാം ഇവിടെ തന്നെയാണ് വെക്കണത്. ചിലപ്പോൾ ഇവിടെ അമ്മ വെക്കും, അതെല്ലാം വെക്കും. ഇന്നിപ്പോ ഒരു വെറൈറ്റിക്ക് ആയിട്ട് ഇന്ന് അമ്മ ഇല്ല ഇവിടെ കേട്ടാ. അമ്മയില്ല, അച്ഛനും ഇല്ല, രണ്ടാളും ഇല്ല. അപ്പൊ ഇന്നൊരു വെറൈറ്റിക്ക് ആയിട്ട് വിന്തമ്മ വെക്കട്ടെ. ബാ കമോൺ, പറയുന്നവര് പറയട്ടെ, നീ പാടി, ഞാൻ ഇല്ലേ പറയുന്നത്. ബാ ഗൈസ്, അച്ഛന് അതിലേ പോകുന്നുണ്ട്. ഞങ്ങൾ ഷോർട്ടായിട്ട് ഇതിലേ പോകാന്ന് വിചാരിച്ച്. ഞങ്ങളുടെ ഷോർട്ട് വഴി അല്ലേ. ഇപ്പം ഈ നമ്മുടെ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഷോർട്ട് വഴി സെറ്റ് ആവും. ഇത് നമ്മുടെ വേനൽക്കാലം വന്നല്ല, വേനൽക്കാലം തന്നെ. വേനൽക്കാലം വന്നാൽ പിന്നെ നമ്മുടെ ഷോർട്ട് വഴി സെറ്റാ ഗൈസ്. കണ്ടോ, ഇതിലിങ്ങനെ അങ്ങോട്ട് നമുക്ക് ഷോർട്ടായിട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് കിടക്കാം. വേണ്ട അതിലേനെ ചാലുവക്കടി കാലെല്ലാം ചൊറിയുവാടി ഗൈസ്. ഇതിലിങ്ങനെ അങ്ങോട്ട് കണ്ട അറ്റിളച്ച ഓടിയായ എത്തിയടി എന്തിനെത്തിനാണ്. പക്ഷേങ്കിൽ അവര് പാഞ്ഞെത്തി. ഞങ്ങൾ ഷോർട്ട് വഴിയാ വന്നു, ഷോർട്ട് വഴി. അവരോട് എത്തി. എന്താ പറയുന്ന അച്ഛൻ? ഞങ്ങള് ഷോർട്ട് വഴി പിടിച്ച്. അതെ, എളുപ്പ വഴിയെ പിടിച്ചു. ഞങ്ങൾ എളുപ്പ വഴിയെ. എന്താ അവസ്ഥ? എന്ത് പറയുന്നു? സുഖല്ലേ? വാ നമുക്ക് കറി വെക്കാം. എല്ലാം ഉണ്ട്. അപ്പൊ അയിലുണ്ട്, അയിക്കൂറുണ്ട്. എന്ത് പറയുന്നു? സുഖല്ലേ? വിന്തമിന്റെ അതന്നെ പറഞ്ഞത്. മീൻ കൈയോടെ അങ്ങ് പിടിച്ചോ. അത് വേറെ മുളകീശൻ, ഇത് വേറെ മുളകീശൻ. അപ്പൊ എന്തായാലും കുട്ടി എന്താണ് വരിയൻകുട്ടി. വരിയൻകുട്ടിനെ അങ്ങോട്ട് സെറ്റാക്കി നമുക്ക് ഒരു കറി വെക്കാലോ. ഉണ്ടെങ്കിൽ നമുക്ക് പൊരിച്ചോ, 2 വർഷം പൊരിക്കുകയും ചെയ്യാം. ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പൊരിക്കാം. നിനക്കൊണ്ട് പണി പോയിട്ട് വൃത്തിയാക്കി ചെല്ലി. വിപിനെന്റെ പ്രണയവസന്തം ബുക്കാവുന്നുണ്ട്. അങ്ങനെ പ്രണയവസന്തം ബുക്ക് ഇനിയിപ്പോൾ നമ്മുടെ വിപിനുടെ വാങ്ങാൻ വേണ്ടി കിട്ടും. എവർലൈനാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ വിവരങ്ങൾ അറിയിക്കുക അത് ആവുന്ന സമയത്തല്ലേ. ഓൺലൈനിൽ നീ തന്നെ പ്രകാശനം ചെയ്താൽ നിന്റെ ബുക്ക് അല്ലേ വിപിന? അല്ല എനിക്ക് അപ്പൊ എന്തായാലും വിന്തമ്മ ഇപ്പൊ എന്ത് കറിയാ വെക്കുന്നേ? മുളകിട്ടല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തോ, കുറച്ച് കൂടുതൽ അരിഞ്ഞോ. അപ്പൊ മറ്റേനുള്ള മുളക് ഇഷ്ടമായില്ലേ? ഒരുമിച്ച് അങ്ങ് അരിഞ്ഞാൽ പോലെ. തവിടോടി ആക്കരുത് കേട്ടാ. നീ മുറിക്കാത്ത തന്നെയെന്ന്. എന്നാ ഗൈസ് കറികളെല്ലാം നോക്കാൻ നമുക്ക്. എന്താ 1 വർഷത്തേക്കുള്ള പേപ്പർ ഒരുമിച്ച് വാങ്ങി വെച്ചാ? അതെയാ, ഇത് ഇത്രയും പേപ്പർ വെച്ച് കഴിഞ്ഞാല് ഇത് മൊത്തം വാടിപ്പോവില്ലടി. ഇത് വേറെ കറിയാണ് ഗൈസ്, വേറെ കറി. ഈ കറി നോക്കാൻ ഇപ്പൊ കാണിക്കണ്ട, മറ്റേ കറി കാണിക്കാം ഗൈസ്. മറ്റേ കറിന്ന് തെറിച്ച് കഞ്ഞിക്കലത്തിലെന്ന് അങ്ങനെ എന്തോ പറയാറില്ലേ, അത് പറഞ്ഞ പോലെ നീക്കിന്റെ അടുത്ത് ചാടി വിപിനുടെ അടുത്തൊക്കെ വന്നേക്കണത്. എന്താവും നമുക്ക് കണ്ടറിയണം ഗൈസ്. വിപിനത ഇവിടെ തകർക്കുന്നുണ്ട്. വൃത്തിയാക്കി അങ്ങ് എടുക്കട്ടെ നമുക്ക് കേട്ടാ. ചേച്ചി അനിയത്തേക്ക് തടയി കൊടുക്കുന്നുണ്ട്.
പറഞ്ഞിട്ട് ഓൺലൈനിൽ ബുക്ക് പ്രകാശനം ചെയ്യേണ്ടിയാണ്. രാവിലെ അമ്മ തടയിൽ തന്നതാണേ, പക്ഷെ പറ്റുന്നില്ല തീരെ. വിളിക്കാ പിന്നെ നിനക്ക് ഇന്ന് രാത്രി കിടന്ന് നാളെ എണീക്കാണ്ട് മാറൂലത്. അങ്ങനെ തന്നെയാണ്. ഇന്നൊരു ദിവസം ഉണ്ടാവും, ഇനി നാളെ മാറുള്ളൂ. എന്ത് തടയിട്ടും കാര്യമില്ല. ഞാനല്ല, അമ്മയെ രാവിലെ തടയത്. ഞാൻ അവള് കുത്താൻ വേണ്ടി പറഞ്ഞ കൈ കൊണ്ട്. ഇനി കറി വെക്കാൻ വേണ്ടി പോയാണ്. എനിക്ക് കണ്ടുപിടിക്കുക. അതിനാ നിന്നെ അവിടെ നിർത്തിയേക്കണത്. ആദ്യം തന്നെ മുളക് പൊടി 2-3 സ്പൂൺ മതി. ചെറിയ മീൻ, കുറച്ച് മീനല്ലേ ഉള്ളൂ, അപ്പൊ 3 മതി. കണ്ടുപഠിച്ചോ. കണക്കായിട്ട് ലേശം മഞ്ഞപ്പൊടി കൂടുതലായി. ഇതാ മഞ്ഞപ്പൊടി കൂടുതലുണ്ടതാ, ഉണ്ടാ ഒരു ലേശം മഞ്ഞപ്പൊടി കേട്ടാ. ഇല്ല ഇല്ല. പിന്നെ അച്ചപ്പം തിന്നുകയാണ്. ഇനി നമുക്ക് ലേശം പുളിവെള്ളം ഒഴിക്കണം, ഉപ്പിടണം. ഒരു പുതിയൊരു പാത്രം ഉപ്പിനാ നല്ല പാത്രം. കല്ലുപ്പാണല്ല, കല്ലുപ്പിടാം. കല്ലുപ്പല്ല നല്ലത്. കല്ലുപ്പട്ടാ എത്ര മതി? ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ഇടാം. ഓക്കെ. അതെ, നീ വർത്താനം പറയണ്ട, നീ നിന്ന് കണ്ടാ മതി കേട്ടാ. നമുക്ക് നോക്കാം. എന്നിട്ട് ഇവിടെ അപ്പൊ തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് ഇടുക. വെളിച്ചെണ്ണയിലാണെങ്കിൽ ഇതെല്ലാം വെളിച്ചെണ്ണയിൽ വാട്ടണം. ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ എല്ലാം വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ടല്ല വെക്കുന്നത്. ഇതിങ്ങനെ വെറുങ്ങനെ മതി എന്നാ പറയുന്നത് ഇവര്. അപ്പൊ ഇങ്ങനെ വെറുങ്ങനെ ഇട്ട അവർക്ക് അതാണ് ഇഷ്ടം. അപ്പൊ അതങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി പുളിവെള്ളം ഒഴിച്ച്, ഇത് നമ്മുടെ ചാണപ്പുളി കേട്ടാ. ലേശം പുളിവെള്ളം ഒഴിക്കണ്ട. എന്താന്ന് പറഞ്ഞാൽ തക്കാളി ഉണ്ടല്ലോ. ഇനി പുളിവെള്ളം ഇതാ. ഇനി പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നും എല്ലാം കൂടി, ഇതാണ് അതിന്റെ പ്രത്യേകത. എല്ലാം കൂടി ഉടക്കണം കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിസ്സാക്കിയെങ്കിൽ മാത്രമേ ചൊയ ഉണ്ടാവുള്ളൂ. കറിക്കൊരു ഗുണം ഉണ്ടാവും, രുചി കറിക്ക്. കണ്ടാ കളർ മാറിയണ്ട. കുറച്ചും കൂടി പുളി വേണ്ടി വരും അമ്മ. ലേശം കൂടി വെള്ളി. അതെ അതെ അതെ, പോയാ ചെന്ന് വിട്ട വണ്ടി വിട്. പുളി വേണ്ടെങ്കിൽ വേണ്ട, പുളി മാത്രം ഒഴിക്കാം. വെള്ളം ഒഴിക്കാതെ മതി. നല്ല പിഴിഞ്ഞങ്ങ് എടുക്കുക ഗൈസ്. ഇപ്പൊ കണ്ടില്ല, ഇതുപോലെ അങ്ങോട്ട് ഞമണ്ടുക. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഞമണ്ടുക എന്ന് പറയുന്നത്. ഞങ്ങളുടെ നല്ലോണം ഞമണ്ടുക. ഞമണ്ടി പിഴിഞ്ഞെടുത്താൽ ഇതുപോലെ തക്കാളിന്റെയും ഉള്ളിന്റെ എല്ലാം പിടിക്കും. നേരെ എടുത്ത് നമ്മുടെ അടുപ്പിലേക്ക് അങ്ങോട്ട് വെച്ചോളുക അല്ലേ. മീനിട്ടിട്ടില്ല കേട്ടാ. മീനിട്ടിട്ടില്ല, പോണത്ര. അതെ, ഇതൊന്ന് 2 പപ്പടം വറക്കാനാണ്, വേറെ ഒന്നല്ല. നല്ല കുഞ്ഞി ചീനച്ചട്ടിയല്ല, നല്ല ചീനച്ചട്ടിയല്ല. ഇതാ ഇതിന്റെ കൂടെ എടുത്താലോ. പണ്ടത്തെ നമ്മുടെ വീഡിയോയിലെ പോലെ ഇത് ഞാൻ എടുത്തോട്ടെ അല്ലേ. നമ്മുടെ ഒരു വൈറൽ വീഡിയോ ആയിരുന്നു. പെണ്ണുങ്ങളെ എപ്പോഴും പറഞ്ഞു ഉമ്മ ചിരിക്കലാന്നതും പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ തിളച്ചു ഗൈസ്. ഇനിയിപ്പോ വിന്തമ്മത് മീനുകളുടെ കഷ്ണങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഇവിടെ നികി ഒരു ഓംപ്ലേറ്റ് അടിക്കുന്നുണ്ട്. വിപിന അതും പോയി നിക്കി, അതും കൈവിട്ട് പോയി. കണ്ട, തിളച്ച നല്ല ഇതിനകത്തേക്ക് നമ്മുടെ ഈ മീൻ കഷ്ണങ്ങൾ ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ കറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഇവര് 3 പെണ്ണുങ്ങൾ ഇവിടെ അടുക്കളയിൽ കറി വെച്ചുകൊണ്ടിരിക്കുന്നു. എന്താ നീ എന്താ ചെയ്യുന്നത്? ഇതിലൂടെ ഞാൻ തൊടരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അതെയാ, മീൻ പൊടിക്കണ്ട, അവിടെ വെച്ചേക്കും. നീ മുട്ട ഓംപ്ലേറ്റ് ആക്കിയിട്ട് അങ്ങനെ എടുക്ക്. നിനക്ക് പറഞ്ഞ പണി അതാണ്. വേഗം എടുക്കും. മുകളിൽ ഇഷ്ടം. ഇവിടെ ഒരു മുട്ട ഓംപ്ലേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. മുട്ട ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് തിന്നാതിരിക്കാൻ കഴിയില്ല. അപ്പോ അടിപൊളി കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കണം. വിന്തമ്മയകത്ത് എന്തോ ഒരു മായം ചേർക്കുന്നുണ്ട്. ആ ഒരു മായമാണ് ഇതിന്റെ ഭംഗി, ഇതിന്റെ ടേസ്റ്റ്. ഇങ്ങനെ നോക്കിക്കാണ്. എന്താണോ ഇത് പോവാതെ എന്ത് ചെയ്തു ഇത് ഞാൻ പഠിച്ചെടുക്കും. ദിവസം വെച്ചിട്ട് ഓപ്പേനെ കൊണ്ട് അടിപൊളിയാണെന്ന് പറയിപ്പിക്കും. ഇനി കുറച്ച് വെളിച്ചെണ്ണ അവിടെ ഒഴിച്ചു കൊടുക്കുക. കറിവന്നറ പറ്റുന്ന വെളിച്ചെണ്ണ അവിടെ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ സംഭവം സെറ്റ് ആവും അല്ലേ. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, ഞാൻ നോക്കിയിട്ട് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ഇവിടെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഗൈസ്.
നല്ല വെറ്റിയതായിട്ടുണ്ട്. ഇനി ഓഫാക്കുന്നു കേട്ടാ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നു. ഇത് കറി വെച്ചാൽ മാത്രം പോരാ. അല്ല അത് പറയട്ടായിരുന്നു. ഇവിടെ ഇപ്പൊ 2 കറി ഉണ്ട് എന്റെ മുമ്പിൽ. ഇത് കണ്ട, ഇത് മുളയിഷൻ അയില മുളയിട്ടത്, ഇത് നമ്മുടെ അയക്കൂറ മുളയിട്ടത്. ഇപ്പൊ എനിക്ക് കാണുമ്പോ കൂടുതൽ നല്ല കറിയായിട്ട് തോന്നണത് അയില മുളയിട്ടത് അല്ലേ. അതാണ് ഞങ്ങളുടെ അയിലേനെ തോന്നുന്നത്. അപ്പൊ നമ്മുടെ അയക്കൂറ മുളയിട്ട കറി ഇവിടെ ഉണ്ട്. എല്ലാ കറിയും കൂട്ടി ചോറ് കഴിക്കട്ടെ. പിന്നെ കൂടാതെ ഓംപ്ലേറ്റ് ഉണ്ട്. ഓംപ്ലേറ്റാ ബാച്ചാറുണ്ട്. പിള്ളേരെ വാ, മക്കളെ വാ 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 ചോറ് കഴിക്കാം. അച്ഛൻ കഴിക്കുന്നില്ലേ? വാ, അയക്കൂറക്കറി ഒഴിക്കട്ടെ. എനിക്ക് അയക്കൂറക്കറി ഒഴിച്ചോളൂ. അയക്കൂറക്കറി ലേശം എനിക്ക് ഫുള്ള് കുറച്ച് അറിയിക്കും. ഇനി എനിക്ക് അയിലക്കറി കൊണ്ട് ഒരു പിടുത്തം പിടിക്കണം. അച്ഛനിരിക്കാ. എന്നാ പിന്നെ നമ്മളെല്ലാവരും ചോറ് കഴിക്കട്ടെ അല്ലേ? അപ്പൊ നിങ്ങളെല്ലാരും കഴിച്ചോ? ഇല്ലെങ്കിൽ നമ്മ കഴിക്കട്ടെ. നല്ല മുളകൊക്കെ ഇതാ. ആർക്കാ ധൈര്യമുള്ള ഈ ഒരു മുളക് ഒറ്റക്ക് കഴിക്കാനായിട്ട്? അല്ലെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ ആളാ. ഇതൊക്കെ കഴിച്ചാ ചൂടത്തെ എരിഞ്ഞിട്ട് അവസാനം ഉണ്ടല്ലോ. എന്റെ അലേഖ പോയി. അല്ലെങ്കിൽ നോക്കണേ കണ്ട, ഒരേ രൂപ കഴിക്കുന്നുണ്ടോ അച്ഛക്കെ? വാ മോനെ, ദുഗുനെ എരിഞ്ഞതായി. ദുഗുനെ കൊണ്ട് പറ്റൂല, മനസ്സിലായ? എരിഞ്ഞിട്ട് ഇന്ദ്രോ ആരോ കാണിക്കാൻ വരുന്നുണ്ട്. ഇന്ദ്രോ എരിയേ നോക്കാല അങ്ങനെ നോക്കാല അത്രക്ക് ധൈര്യമാണോ അവിടെ ഇന്ദ്രോന്? ഇതേടി മോനെ കിളിപ്പോയി, മോനെ ഇന്ദ്രന്റെ കിളി പോയി. ഓടുന്ന ഇന്ദ്രോടി അല്ലെങ്കിൽ എരിവൊന്നും ഇല്ലാത്ത. അപ്പൊ എന്നാ പിന്നെ നമ്മള് ചോറ് കഴിക്കട്ടെ. ഒരു സെക്കൻഡ്. എന്തായി വന്നിരിക്കും കാണല വെള്ളം കുടിക്കും പോയിട്ട്. പിന്നെ 2 എണ്ണം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. നല്ല കാര്യമുണ്ട് ഇന്ദ്രുവിന്. എന്നാ പിന്നെ ഓക്കെ. അപ്പൊ നല്ല പപ്പടം, ഓംപ്ലേറ്റ്, അയില മുളകിട്ട കറി. നിങ്ങൾക്ക് എല്ലാം കഴിക്കാൻ തോന്നുന്നുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മലയാളികൾക്ക് ഈ സമയത്ത് ഇങ്ങനെ ഒരു പിടി ചോറ് കാണുമ്പോ കൊതി വരും. നമ്മുടെ അയക്കൂറ കാണുന്നില്ല, പിന്നെ കയ്യ കാണുന്നത്. അയക്കൂറ എടുത്ത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്, സത്യസന്ധമായി പറ. പുളി കുറച്ച് കുറവുണ്ട്. അതിനാരോ ഉത്തരവാദി? അത് വിപിനാണ് ഉത്തരവാദി. പുളി ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ചും കൂടെ പുളി വേണമായിരുന്നു മോളേഷ്. അത് കുറച്ച് അമ്മക്കറിയാം. ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നല്ല. അമ്മ ഇന്ദ്രു വന്ന് ഇവിടെ ഇരിക്കും ചോറ്. അതെ, ഞാനിതാ അയിലക്കറി, അയില മുളകിട്ട കറിയും ഓംപ്ലേറ്റും. എനിക്ക് അയക്കൂറയൊന്നും വേണ്ട കേട്ടാ. ഞാൻ അയക്കൂറ അങ്ങനെ കൂട്ടായില്ല. നമുക്ക് അയില മതി അല്ലേ? പാവത്തിന് അയില മതി. അപ്പൊ നമ്മള് കഴിക്കട്ടെ. അച്ഛൻ നല്ലതാണ് കറിയൊക്കെ. അച്ഛൻ ഏതെടുത്ത് അയില അയക്കൂറയാ ഇരുന്നിട്ടല്ലേ കുടിക്കും. എന്നാ പിന്നെ നമ്മള് കഴിക്കട്ടെ. നമ്മള് പോട്ടെ വിന്തമ്മേ. കറി വാങ്ങിക്കോ. ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം ഞാൻ പൊറോട്ടയും മേടിച്ചിട്ട് പൊറോട്ട അടിക്കും. പൊറോട്ടക്ക് നല്ല ടേസ്റ്റ് ആട്ടെ ഗൈസ്, മുളകിട്ട കറി. ഇറങ്ങാന്ന പിന്നെ വിപിനെ നമ്മള് പോയേ. മക്കള് വരുന്നുണ്ടോ ഇപ്പൊ അങ്ങോട്ട്? ഇവിടെ നിന്ന് കളിച്ചിട്ട് പയ്യെ വരുന്നേ. എന്നാ ഞങ്ങള് പോവാ, കണ്ടഞ്ഞാടി പോവാ അല്ലേ നമുക്ക്? എന്നാ ഞങ്ങ വന്ന വഴി മറക്കാൻ പാടില്ലെന്നാ, വന്ന വഴി തന്നെ പോവും. എന്താ നിങ്ങൾ കാട്ടിലേക്ക് കൂട്ടി വന്നിട്ട് നമ്മളെത്തിയല്ല, കാട്ടിലേക്ക് കൂട്ടി വരാൻ ഈസി ആയിരുന്നു. എന്നാ പോട്ടെ. ഓക്കെ. ബിഷുവിന് ശിശുവിനെ ക്ഷണിച്ചോ മോളാ. വിഷുവിന് കൃഷ്ണനല്ലേ വരുന്നത്? ഇതാ വരുന്നത്. എന്നാ പോയി ടാറ്റ പറ. ടാറ്റ.
ആ പെടലേ വേണ്ട എല്ലാരും തടയും അമ്മയും ഞാളാമ്പീനെ തടയല രാവിലെ തൊട്ടിയ തടയലാണ് ബാബാ ഓക്കെ 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 എന്നാല് ഗൈസ് അപ്പൊ എന്തായാലും ഐക്കൂറയുമായി പോയി കറിയുമായി തിരിച്ചു വന്ന് കിടക്കണ മീനുമായി പോയിട്ട് അതിനെ ഇങ്ങനെ പാത്രത്തിലാക്കി തിരിച്ചു കൊണ്ടുവരികയാണ്. അവിടെ നിന്ന് ചോറും കഴിച്ചു ഞങ്ങള്. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ വീട്ടിൽ വെച്ച ചോറ് വൈകുന്നേരം കഴിക്കേണ്ടി വരും നമ്മൾ. അപ്പൊ ഉച്ചക്ക് അതെ. അപ്പൊ എന്നാ പിന്നെ വേറെന്താ വെന്തമര കറി സെറ്റായി. ഫുഡിന് കുറക്കണം അരിച്ച് വീണ്ടും തടി കൂടുന്നുണ്ടല്ലേ ഞാനും. അപ്പൊ എന്തായാലും ഓക്കെ നമുക്ക് ഇനി വൈൻഡ് പിടിക്കാം അല്ലേ. അത്യാവശ്യം ആയിട്ടുണ്ട്. ഈ വ്ലോഗിൽ തന്നെ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. എനിക്ക് ഇനി വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകാനുണ്ട്. അപ്പൊ ഓക്കെ ബൈ.